പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ എന്താണ് NSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അനൂപ് ചന്ദ്രൻ തൻ്റെ സഹോദര ഭാര്യയ്ക്ക് ഉണ്ടായ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിച്ചു വെച്ചത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾക്കെതിരെ കൃത്യമായ ഒരു പരാതി നമ്മുടെ സർക്കാർ തലത്തിലേക്കൊന്നും എത്തുന്നില്ലല്ലോ ശ്രീ മണിക്കുട്ടൻ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. കളഞ്ഞൂർ മധു NSSന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തുപോയതിന്റെ മൂന്നാമത്തെ ദിവസം കളഞ്ഞൂർ മധുവിന്റെ സഹോദരനായ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ ഭാര്യ NSSലെ ജീവനക്കാരിയ കോളേജിൽ കളഞ്ഞൂർ മധുവിനെ പുറത്തുവിട്ടതിന്റെ മൂന്നാമത്തെ ദിവസം വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ ബാലഗോപാലിന്റെ ഭാര്യയെ, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാര്യയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ വേറൊരു ആവശ്യവുമായി കണ്ടപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി വിവരമില്ലാത്തത് കൊണ്ടല്ലേ ഒരു മന്ത്രിയുടെ ഭാര്യയെ ട്രാൻസ്ഫർ ചെയ്തത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടീച്ചറെ തിരുവനന്തപുരത്ത് റീറ്റെയിൻ ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പക്ഷെ ബാലഗോപാൽ അതിന് പോയില്ല. അവരോട് അവിടെ പോയി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നോക്കൂ എത്രമാത്രം വികലമാണ് ഇങ്ങനെയുള്ള മനസ്സ്. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ അധികാര കേന്ദ്രങ്ങൾ ഈ നേതൃത്വത്തിനൊക്കെ കുട ചൂടാറുണ്ട് എന്നതല്ലേ വസ്തുത. ഞാൻ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. NSS ഒരു സമുദായ സംഘടനയല്ലേ, ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുമോ എന്ന് അഭിലാഷ് ചോദിച്ചു. മന്നത്താചാര്യൻ ഈ സംഘടന ഉണ്ടാക്കിയത് 3 ടയർ സിസ്റ്റമാണ്. ഏറ്റവും താഴെ കരയോഗങ്ങൾ, അതിനു മുകളിൽ താലൂക്ക് യൂണിയൻ, ഏറ്റവും മുകളിലായി നായർ സർവീസ് സൊസൈറ്റി. അതിൽ കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണ്, സമുദായ സംഘടനകളാണ്. പക്ഷെ നായർ സർവീസ് സൊസൈറ്റി ഒരു സമുദായ സംഘടനയുടെ ഗണത്തിൽപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം അത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. 2013 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കമ്പനി നിയമങ്ങൾ പൂർണ്ണമായും ഇതിന് ബാധകമാണ്. ഇത് കമ്പനി നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ നമുക്കിവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, തിരുവനന്തപുരത്ത് ഒരു ഓഫീസറുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ NSSന്റെ മുൻ വൈസ് പ്രസിഡന്റ്, NSSന്റെ മുൻ രജിസ്ട്രാർ, 9ഓളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാര്, ഇത്രയും പേര് ഒപ്പിട്ട് ഒരു പരാതി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ നേരിട്ട് കൊണ്ടു കൊടുത്തു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, NSS SNDP സമുദായ സഭകളിൽ നിന്നും ഞാൻ ഇടപെടുകയില്ല. ഞാൻ ഇടപെടണമെങ്കിൽ ഒന്നിലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി പറയണം. അന്നത്തെ വകുപ്പ് മന്ത്രി ശ്രീ വാസവനായിരുന്നു. ഈ ഓഫീസർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഈ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് കാര്യമില്ല, അങ്ങനെ NSSനെതിരായി പറയുകയില്ല, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ നടപടിയെടുക്കാം, 24 മണിക്കൂറിനകം ഞാൻ നടപടിയെടുക്കാം. ഞങ്ങൾ അങ്ങനെ പോയി മുഖ്യമന്ത്രിയെ കണ്ടു. 55 മിനിറ്റ് ക്ലിഫ് ഹൗസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ 12 പേര് സംസാരിച്ചു. മുഴുവൻ അദ്ദേഹം കേട്ടു, മുഴുവൻ ശരിയാണെന്ന് സമ്മതിച്ചു. അന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനറൽ സെക്രട്ടറിക്ക് വിവരമില്ലാത്ത ആളാണെന്ന് പറഞ്ഞേ. ഇതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ഇതൊക്കെ ശരിയാണ്, പക്ഷെ ഗവൺമെന്റ് ഇടപെടുകയല്ല. അല്ല, ഏത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്? ഏത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? ശ്രീ പിണറായി വിജയൻ. എന്നിട്ട് എന്ത് നടപടിയാ ഉണ്ടായത്? ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് നടപടി എടുക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് കേരളത്തിലെ കീഴ്വഴക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ സർക്കാർ മാറിയ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും നീക്കം നടക്കുമോ? വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്കുള്ളത്. വലിയ പ്രതീക്ഷ. ഞങ്ങൾക്ക് കാണാൻ നീക്കമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വഴിവിട്ടൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോട് സ്വതന്ത്രമായി ഈ വിഷയത്തിൽ ഇടപെടാൻ പറയണം, അത്രമാത്രം. വേറെ ഒരു ഡിമാൻഡും ഇല്ല. ശരി, വളരെ നന്ദി ശ്രീ മണിക്കുട്ടൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.